യുദ്ധം എല്ലാവരുടെയും മൂഡ് പൊള്ളിച്ചു തുടങ്ങി. സംഗതി ഇറാൻ ഈ പശ്ചിമേഷ്യയിൽ കിടക്കുന്ന ഒരു രാജ്യമാണെങ്കിലും അതിൻ്റെ പ്രത്യാഘാതം അടുക്കളയിലേക്ക് എത്തിത്തുടങ്ങി. ഖത്തർ എണ്ണ ഉൽപ്പാദനം ഗണ്യമായി കുറച്ചു. കുവൈറ്റ് എണ്ണ ഉൽപ്പാദനം നിർത്തിവെച്ചു. കാരണം ഇത് ദിനംപ്രതി ഉൽപ്പാദിപ്പിക്കുമ്പോൾ വിറ്റ് പോകാനും ചരക്ക് പോകാനുമുള്ള സംവിധാനം വളരെ പെട്ടെന്ന് സൗകര്യപൂർവ്വം ഉണ്ടാവണം. അതിനെന്തെങ്കിലും അസ്വസ്ഥതയുണ്ടായാൽ അത് അവർക്ക് ഉൽപ്പാദനം നടത്തുന്നത് ഭയങ്കര നഷ്ടമാണ്. ആ രാജ്യത്തിൻ്റെ അടപ്പ് തെറിക്കും. സൗദി അറേബ്യയും ഖത്തറും എണ്ണ ഉൽപ്പാദനം ഗണ്യമായി കുറച്ചു എന്ന് മാത്രവുമല്ല, ഖത്തറിൻ്റെ ഈ പ്രകൃതിവാതകം അഥവാ പാചകവാതകത്തിൻ്റെ ഒക്കെ ആ സ്രോതസ്സിലെ ഉൽപ്പാദനങ്ങളും ഗണ്യമായി കുറച്ചതോടുകൂടി ലോകത്ത് വിവിധ ഭാഗങ്ങളിൽ അതിന് ക്ഷാമം നേരിട്ട് തുടങ്ങി. നമ്മുടെ നാട്ടിലും ദിവസങ്ങൾ കൂടി ഇത് നീണ്ടുപോയാൽ ക്ഷാമം രൂക്ഷമാവും. നമ്മുടെ നാട്ടിലെ പല വീടുകളിലും വിറകൊക്കെ വെച്ച് കത്തിക്കാമെങ്കിലും യൂറോപ്പിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലുമൊന്നും ഈ ഇന്ധനവും അതുപോലെ തന്നെ പ്രകൃതിവാതകവും ഒന്നും ചെന്നില്ലെങ്കിൽ ഒരു സംഗതിയും നടക്കില്ല. അവിടെ എല്ലാവരും തെരുവിലിറങ്ങും. തെരുവിലിറങ്ങിയാൽ ഈ യുദ്ധക്കൊതിയൻ ട്രംപും ഈ പറയുന്ന ലോക ക്രിമിനൽ നെതന്യാഹുവും ചേർന്ന് ഇതുണ്ടാക്കിയത് എന്തിനാണെന്ന് ഓരോ നാട്ടിലും ആളുകൾ ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥയിലേക്കെത്തും. അതിനോടൊപ്പം തന്നെ ഈ പുറത്തിട്ടടികൂടിയാവുമ്പോൾ ഇനി ഈ യുദ്ധവുമായി മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം അതുണ്ടാക്കുന്ന സാമ്പത്തിക പ്രത്യാഘാതം വളരെ രൂക്ഷമാണ്. ഇപ്പോൾ തന്നെ അമേരിക്കയ്ക്ക് നമ്മൾ ഊഹിക്കുന്നതിനും അപ്പുറമുള്ള വലിയ നഷ്ടം ഉണ്ടായിക്കഴിഞ്ഞു. അവരുടെ പ്രതിരോധ സംവിധാനങ്ങളും എയർ ബേസുകളും എല്ലാം അടിച്ച് തരിപ്പണമാക്കി. എന്ന് മാത്രമല്ല, ഇനി ധൈര്യപൂർവ്വം ഇദ്ദേഹമാണ് ലോക പോലീസ് എന്ന് പറഞ്ഞു കേട്ടുകൊണ്ട് മിഡിൽ ഈസ്റ്റിലെ തമ്പുരാക്കന്മാർ ഇവർക്ക് അവസരം നൽകുകയുമില്ല. കാരണം ഇവരെ കൊണ്ടൊരു കാര്യവുമില്ല എന്ന് ഇറാൻ്റെ ആക്രമണത്തിലൂടെ ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇനി ഇവരെ ആശ്രയിച്ചും ഇവരെ തീറ്റിപ്പോറ്റിയും ഇവർക്ക് കൊടുക്കുന്നതിൽ കാര്യവുമില്ല. എന്ന് മാത്രമല്ല, മിഡിൽ ഈസ്റ്റിലെ സമ്പദ്ഘടന ദുർബലമായാൽ എല്ലാ രാജ്യങ്ങളുടെയും അവസ്ഥ വളരെ മോശമാവും. അത് മിഡിൽ ഈസ്റ്റിനെ മാത്രമല്ല ബാധിക്കുക, മുഴുവൻ രാജ്യങ്ങളെയും ബാധിക്കും. ഇന്ന് പാർലമെൻറ്റിൽ നമ്മുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞത് നമ്മുടെ റെസീപ്റ്റിനെ ഇത് ഗണ്യമായി ബാധിക്കുന്നു എന്നാണ്. കാരണം വിദേശ പണം ഇമ്പോർട്ടായും എക്സ്പോർട്ടായും പിന്നെ വ്യക്തികളും സ്ഥാപനങ്ങളും കൈമാറ്റം ചെയ്യപ്പെടുന്ന കാശുമൊക്കെയായി വലിയ ഒരു തുക കറങ്ങി കളിക്കേണ്ടതാണ്. അത് മുഴുവൻ ഈ ആക്രമണത്തിലൂടെ സ്തംഭിച്ചു. എന്ന് പറഞ്ഞാൽ അടിച്ചതുകൊണ്ട് 84 വയസ്സുള്ള ഒരു വൃദ്ധനെയും അതോടൊപ്പം തന്നെ 160 പെൺകുഞ്ഞുങ്ങളെയും കൊന്നു എന്നുള്ളതിനപ്പുറത്ത് അതിനേക്കാൾ ചൂടും ചൂരുമുള്ള മറ്റൊരു ഭരണാധികാരി രംഗത്ത് വരികയും ചെയ്തു, പരമോന്നത നേതാവായി. എന്ന് മാത്രമല്ല, അദ്ദേഹം മുറിവേറ്റുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ദൗത്യം ആരംഭിക്കുന്നത്. ആ മുറിവേറ്റതിൻ്റെ വേദന നിലപാടുകളിലെ കാർക്കശ്യമായി അദ്ദേഹത്തിന് ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. എന്ന് മാത്രമല്ല, സ്വയം പോയി അടിവാങ്ങിച്ച് പരാജയപ്പെടേണ്ടി വരുന്നതിൻ്റെ ഒരു നഷ്ടക്കച്ചവടം ഈ ട്രംപ് എന്ന് പറയുന്ന യുദ്ധക്കൊതിയനും ഈ നെതന്യാഹുവിനുമുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു നഷ്ടം. എന്ന് പറഞ്ഞാൽ ലോക മാർക്കറ്റിൽ എടുക്കാച്ചരക്കായി ഇവർ രണ്ടുപേരും മാറുന്നു എന്നതാണ് സത്യം. ചൈനയും റഷ്യയുമാകട്ടെ നല്ല മിടുക്കന്മാരായി എല്ലാ ആയുധങ്ങളും ഉണ്ടാക്കി വെച്ച് ഈ എതിരാളികളുടെ പോരായ്മകൾ നോക്കി വളരെ സന്തോഷപൂർവ്വം നിലപാട് സ്വീകരിക്കുകയാണ്. ഇനി മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾക്ക് ചൈനയും റഷ്യയുമായി ബന്ധമുണ്ടാക്കാനായിരിക്കും കൂടുതൽ താല്പര്യം. എന്നുവെച്ചാൽ യവന്മാരുടെ പതനവും കൊടിയിറക്കവുമാണ് ഈ യുദ്ധത്തിലൂടെ തുടങ്ങിയിരിക്കുന്നത്.